ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നെയിൽ പോളിഷിന്റെ ഹിസ്റ്ററിയെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സ്ത്രീകൾ എല്ലാവരും നെയിൽ പോളിഷ് ഉപയോഗിക്കുന്നവരാണ് അല്ലെ? പക്ഷേ ചരിത്രത്തിൽ ആദ്യമായി നെയിൽ പോളിഷ് ഉപയോഗിച്ചിരുന്നത് പുരുഷന്മാരാണ്. BC 3200 ബാബിലോണിയൻ സോൾജേഴ്സ് ആണ് ആദ്യമായി നെയിൽ പോളിഷ് ഉപയോഗിച്ചിരുന്നത്. ഇവർ ഉപയോഗിച്ചിരുന്ന നിറങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്രീനും ബ്ലാക്കും ആണ്. മറ്റുള്ള ജനങ്ങളിൽ നിന്നും ഇവരെ വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇവര് നെയിൽ പോളിഷ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ഏതാണ്ട് 200 വർഷങ്ങൾക്ക് ഇപ്പുറം ചൈനയിലെ ഡിഫറെന്റ് ഡൈനാസ്റ്റിയിലുള്ള സ്ത്രീകൾ നെയിൽ പോളിഷ് ഉപയോഗിച്ചിരുന്നു. ഒരു ഡൈനാസ്റ്റിയിലുള്ള സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന നെയിൽ പോളിഷ് ആയിരുന്നില്ല മറ്റേ ഡൈനാസ്റ്റിയിലുള്ള സ്ത്രീകൾ ഉപയോഗിച്ചിരുന്നത്. അന്നത്തെ കാലത്ത് ഇവരുടെ നെയിൽ പോളിഷിൽ ഉപയോഗിച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ എഗ് വൈറ്റും ബീസ് വാക്സും ജെലാറ്റിനും പിന്നെ അറബിക് ഗമ്മും പിന്നെ ഫ്ലവേഴ്സ് ആയ ഓർക്കിഡിന്റെയും റോസിന്റെയും ഒക്കെ ഡൈസ് എടുത്തിട്ട് ആ ചായത്തിൽ ഇവർ കൈകൾ മുക്കി വെച്ച് വളരെ സമയം എടുത്തിട്ടായിരുന്നു ഇവർ കൈകളിൽ നെയിൽ പോളിഷ് ഇട്ടുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ഈജിപ്തിലോട്ട് വരാം. ഇവിടെ ക്ലിയോപാട്രയും നെയിൽ പോളിഷ് ഉപയോഗിച്ചിരുന്നെന്നാണ് ചരിത്രം പറയുന്നത്. പക്ഷെ നമുക്കതിന് സയന്റിഫിക് ആയ എവിഡൻസ് ഒന്നും തന്നെ ഇല്ല. അവിടെ നെയിൽ പോളിഷ് ഉപയോഗിക്കുക എന്നത് സ്റ്റാറ്റസിന്റെ തന്നെ ഒരു സിമ്പിൾ ആയി തന്നെ മാറി. അപ്പർ ക്ലാസ്സിലുണ്ടായിരുന്ന ആൾക്കാർ യൂസ് ചെയ്തിരുന്ന നെയിൽ പോളിഷ് എന്ന് പറഞ്ഞാൽ റെഡും, ലോവർ ക്ലാസ്സിലുണ്ടായിരുന്ന ആൾക്കാർ യൂസ് ചെയ്തിരുന്ന നെയിൽ പോളിഷ് എന്ന് പറഞ്ഞാൽ ലൈറ്റർ ഷെയ്ഡ്സും ആയിരുന്നു. പിന്നീട് 2000 വർഷങ്ങൾക്കിപ്പുറം ഫ്രാൻസില് 19ാം നൂറ്റാണ്ടില് മാനിക്യൂർ ചെയ്ത കൈകൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആഡംബരത്തിന്റെ തന്നെ അവസാന വാക്കായി തന്നെ മാറി. അങ്ങനെ മാനിക്യൂർ ചെയ്തു കൊടുക്കുന്നത് അവിടുത്തെ വലിയൊരു ബിസിനസ് ആയി തന്നെ മാറി. അവിടുത്തെ മാനിക്യൂർ എന്ന് പറഞ്ഞാല് കൈകൾ നന്നായിട്ട് മിനുക്കിയിട്ട് ഓയിലിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നതായിരുന്നു. പിന്നീട് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന നെയിൽ പോളിഷ് കണ്ടുപിടിച്ചത് കാറിൽ അടിക്കുന്ന പെയിന്റിൽ നിന്നാണ്. ആദ്യത്തെ നെയിൽ പോളിഷിന്റെ ബ്രാൻഡിന്റെ പേരെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും നെയിൽ പോളിഷിന്റെ പേരാണെന്ന് കരുതി തെറ്റിദ്ധരിച്ച് വിളിച്ചുകൊണ്ടിരുന്ന ക്യൂടെക്സ് എന്നാണ്. പക്ഷെ ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ അത് റെഡ് കളറിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ 1932 ജെയിംസ് റെവസൺ എന്നൊരു കെമിസ്റ്റ് ഇൻഫിനിറ്റ് കളേഴ്സ് കണ്ടുപിടിച്ചു. അദ്ദേഹം ഭാവിയിൽ ഒരു കമ്പനി തുടങ്ങി. അത് പിന്നീട് വളരെ വലിയൊരു കമ്പനിയായി തന്നെ മാറി. ആ കമ്പനിയുടെ പേരാണ് റെവലോൺ. പിന്നെ ഇപ്പോൾ നെയിൽ പോളിഷിന്റെ ചരിത്രം എത്തി നിൽക്കുന്നത് ചൈന ഗ്ലേസിലും ഇംഗ്ലോട്ടിലുമാണ്. അത് മാർക്കറ്റിൽ ഏറ്റവും ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള നെയിൽ പോളിഷസ് ആണ്. ചൈന ഗ്ലേസിന്റെ 14 ml വരുന്ന ഒരു ബോട്ടിലിന്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1699 ഇംഗ്ലോഡിന്റെ 15 ml വരുന്ന ഒരു ബോട്ടിലിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 10,500 ആണ്. അങ്ങനെ നമ്മുടെ നെയിൽ പോളിഷിന്റെ ചരിത്രം ഇപ്പൊ ചൈന ഗ്ലേസിലും ഇംഗ്ലോട്ടിലും എത്തി നിൽക്കുന്നു. ഇതാണ് എനിക്ക് നെയിൽ പോളിഷിനെ പറ്റി സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഹിസ്റ്ററി. അപ്പൊ ഇതിലും കൂടുതലായിട്ട് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്